ഗൈസ് കട്ടുറുമ്പ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വെറൈറ്റി അൺബോക്സിംഗ് ആണ്. ബാക്കി ഞാൻ പറയണമെന്ന് നിർബന്ധമില്ല, ബാക്കി ചിന്നു പറഞ്ഞോളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയോർ തിന്നാൻ വേണ്ടി കുറേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരും. വാ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഐറ്റം ഈ ഒരു അടിപൊളി കിച്ചൺ സെറ്റ് ആണ് ഗൈസ്. ഞാൻ വാങ്ങുമെങ്കിൽ രണ്ടും ഒരേപോലെ വാങ്ങത്തുള്ളൂ എന്നുള്ളൊരു നിർബന്ധത്തിലാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഇറ്റ്സ് മീ ഇത് അവളുടേതും പിന്നെ രണ്ട് സ്ലൈമും. പിന്നെ ഇത് ആരുടെയൊക്കെ എന്നാണ് പറയുന്നത്. ഇത് എൻ്റെ ആണ്, പിന്നെ ഇതും എൻ്റെ ആണ്. ഇത് ഇത്രയാണ് ഇപ്പം എൻ്റെത്. ഇത് ഇത്രയും ഇതുമാണ് നമ്മുടെ ചിഹ്നമുള്ളത്. നമുക്ക് അൺബോക്സിംഗ് വീഡിയോ നേരെ കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഇതാണ് പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. സ്റ്റീലിൻ്റെ അല്ലേ ചട്ടിയും പാനും. ഗൈസ് സ്റ്റീലിൻ്റെ കിച്ചൺ സെറ്റാണ്. ഇവിടേക്ക് ആൾക്കാർ പറയുന്നത് ചട്ടിയും പാനയും എന്നാണ്, പക്ഷേ ഞങ്ങൾ പറയുന്നത് സ്റ്റീലിൻ്റെ കിച്ചൺ സെറ്റ് എന്നാണ്. നമ്മൾ ആദ്യം അലൂമിനിയത്തിൻ്റെ കിച്ചൺ സെറ്റാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. ചേച്ചി പറഞ്ഞു അത് കൊള്ളത്തില്ലെന്ന് ഗൈസ്. അപ്പം ഞങ്ങളിപ്പം വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ആണ്. ഗൈസ് അതിന് എന്താ ചെയ്യുന്നത്? കട്ടൊക്കെ ചെയ്യും ഗൈസ്. മൊത്തത്തിൽ അത് പൊട്ടിയിട്ടുണ്ട്. യുവർ മിസ്റ്റേക്ക് ഗൈസ്. എല്ലാം തട്ടിയിട്ടുണ്ട്. നോക്കിക്കേ ഗൈസ്, എല്ലാം പ്രഷ്യസാണ്. ഒന്നും തൊടാൻ സമ്മതിക്കത്തില്ല, എല്ലാം പ്രഷ്യസാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ടാണ് തൊടാൻ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ചിന്നുവിന് തൊടാൻ കൊടുക്കത്തില്ല, ചിന്നു എനിക്കും തൊടാൻ കൊടുക്കത്തില്ല. കാരണം ഞാൻ രണ്ടുപേരും പ്രഷ്യസ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇത് നോക്കിയേ ഗൈസ്, എന്ത് നല്ല ഭംഗിയുള്ള, ഇത് എന്താ പറയുക, ഇത് മറ്റേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതാണെന്നാണ് തോന്നുന്നത്. വീട്ടിലൊക്കെ ഗൈസ് ഇതിൽ എന്തോ ഒരിതാണ്. പിന്നെ നമ്മൾ ദോശയുടെ പാനൊക്കെ ഉണ്ടല്ലോ, ദോശപ്പാന്, അതിൽ നിന്നൊക്കെ മറിച്ചെടുക്കുന്നത് അല്ല. ഇത് ഗൈസ് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഓരോരോ വർഷമാണ്. ഇപ്പം ഫോണിന് ചാർജില്ല, ഫോണ് ചാർജിലിട്ടിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം ഗൈസ്. അയ്യോ, ചാർജ്